എ.ആർ. റഹ്മാനും സൈറ ബാനുവും വിവാഹമോചിതരാകുന്നു. സംഗീത സംവിധായകൻ എ.ആർ. റഹ്മാനും ഭാര്യ സൈറയും വിവാഹമോചിതരാകുന്നു. ഇരുവരും തമ്മിൽ വേർപിരിയുന്നതിനെക്കുറിച്ച് സൈറയുടെ അഭിഭാഷക വന്ദന ഷായാണ് പ്രസ്താവനയിൽ അറിയിച്ചത്. വർഷങ്ങളായുള്ള വിവാഹ ജീവിതത്തിനൊടുവിൽ എ.ആർ. റഹ്മാനുമൊത്തുള്ള വിവാഹമോചനം എന്ന ഏറെ പ്രയാസകരമായ തീരുമാനത്തിൽ സൈറ എത്തിയിരിക്കുകയാണ്. ഇരുവർക്കും ഇടയിലുള്ള വൈകാരിക ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾ ഒടുവിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നതെന്നും അഭിഭാഷക പറഞ്ഞു. പരസ്പര സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം അകന്നുപോയി എന്നാണ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം സൈറ തന്റെ ഭർത്താവ് എ.ആർ. റഹ്മാനിൽ നിന്ന് വേർപിരിയാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. ബന്ധം തുടർന്നു പോകുന്നതിലെ വൈകാരിക സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. പരസ്പരം അഗാധമായ സ്നേഹമുണ്ടായിരുന്നിട്ടും പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും തങ്ങൾക്കിടയിൽ പരിഹരിക്കാനാവാത്ത വിടവ് സൃഷ്ടിച്ചതായി ഇരുവരും കണ്ടെത്തി. വന്ദന ഷായുടെ പ്രസ്താവനയിൽ പറയുന്നു. ഈ നിർണായക സമയത്ത് തങ്ങളുടെ പ്രൈവസിയെ മാനിക്കണമെന്ന് ആരാധകരോടായി എ.ആർ. റഹ്മാന്റെ മകൻ എ.ആർ. റമീൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം എ.ആർ. റഹ്മാനും ഈ വേർപിരിയൽ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. തന്റെ എക്സ് അക്കൗണ്ടിൽ എഴുതിയ കുറിപ്പിലൂടെയാണ് റഹ്മാൻ ഇത് വ്യക്തമാക്കുന്നത്. 30 വർഷം പൂർത്തിയാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ എല്ലാത്തിനും അദൃശ്യമായ ഒരു അന്ത്യമുണ്ടെന്ന് തോന്നുന്നു. തകർന്ന ഹൃദയങ്ങളുടെ ഭാരത്താൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറപ്പിക്കും. എന്നിട്ടും ഈ തകർച്ചയിൽ ഞങ്ങൾ അർത്ഥം തേടുന്നു. തകർന്നത് കൂട്ടിയോജിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ സുഹൃത്തുക്കളോട് ഈ ദുർബലമായ അവസ്ഥയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ദയയ്ക്കും ഞങ്ങളുടെ സ്വകാര്യതയെ മാനിച്ചതിനും നന്ദി എന്നാണ് റഹ്മാൻ എഴുതിയിരിക്കുന്നത്. എ.ആർ.ആർ. സൈറ ബ്രേക്കപ്പ് എന്ന് ഹാഷ്ടാഗും റഹ്മാൻ നൽകിയിട്ടുണ്ട്. 1995 എ.ആർ. റഹ്മാൻ സൈറ ബാനു വിവാഹം. 29 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷമാണ് ഇരുവരും വേർപിരിയാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഖദീജ, റഹീമ, അമീൻ എന്നിങ്ങനെ 3 കുട്ടികളാണ് റഹ്മാൻ സൈറ ദമ്പതികൾക്കുള്ളത്. ഗുജറാത്തി കുടുംബമാണ് സൈറയുടേത്. വീട്ടുകാർ ഉറപ്പിച്ചു നടത്തിയ വിവാഹമാണെന്ന് മുമ്പ് റഹ്മാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയാണ് സൈറയെ കണ്ടെത്തിയത്. താൻ അക്കാലത്ത് സംഗീതവുമായി ബന്ധപ്പെട്ട വലിയ തിരക്കിലായിരുന്നു എന്നുമാണ് റഹ്മാൻ ചാറ്റ് ഷോയിൽ അന്ന് പറഞ്ഞത്.